വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മനോഹരമായ ഒരു കുട്ടികളുടെ പാർക്കിനെയാണ്. മാന്താനം കുന്നുംപുറം ചങ്ങനാശ്ശേരി റോഡിൻ്റെ വശത്തായിട്ടാണ് ഈ പാർക്ക് ഉള്ളത്. റോഡിൻ്റെ വശങ്ങളിലായിട്ട് നാടൻ പച്ചക്കറികൾ ലഭിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഈ ഗ്രാമത്തിലുള്ള കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നാടൻ പച്ചക്കറികൾ, വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. റോഡിൻ്റെ സൈഡിലൊക്കെ നല്ല തണൽ മരങ്ങളാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് കൊക്കോട്ടുചിറ കുളം. ഈ കുളം നല്ല രീതിയിൽ ഇന്നും കാത്തു സൂക്ഷിക്കുന്നു. ഈ കുളത്തിൻ്റെ വശത്തിലായിട്ടാണ് ഈ പാർക്ക് സജ്ജീകരിച്ചിരിക്കുന്നത്. 2009-2010 കാലഘട്ടത്തിലെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം തൃക്കടിത്താനം ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയ ഒരു സംരംഭമാണ് മഴവിൽ കുട്ടികളുടെ പാർക്ക്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ കുന്നുംപുറം എന്ന സ്ഥലത്ത് എത്താൻ പറ്റും. ഈ കുന്നുംപുറത്തിന് കവലയ്ക്ക് തൊട്ടടുത്തായിട്ടാണ് ഈ മഴവിൽ പാർക്ക് ഉള്ളത്. കൊക്കോട്ടുചിറ കുളത്തിൻ്റെ സൈഡിലായിട്ടാണ് ഈ പാർക്ക് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ മെയിൻ റോഡ്. ആ മെയിൻ റോഡിൻ്റെ കവാടത്തിൽ അതിൻ്റെ ഉദ്ഘാടനം നടത്തിയ ദിവസവും ഒക്കെ അതിൻ്റെ ഫലകങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റോഡിൻ്റെ വശങ്ങളിലുള്ള കച്ചവടക്കാരെ ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് കാണിക്കാം. ചീര, നാടൻ ചീര, പയറ്, ഏത്തയ്ക്ക, കപ്പ, മാങ്ങ, പേരയ്ക്ക എന്ന് വേണ്ട എല്ലാ കാർഷിക വിളകളും ഇവിടെ ലഭിക്കുന്നു. നമ്മൾ ഈ പാർക്ക് കയറി അതിൻ്റെ എൻട്രൻസ് കയറി അകത്തേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു ചായപ്പീടിക കാണാം. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകമുണ്ട്: ഓരോ കാലിച്ചായയ്ക്കും ഒരു കഥ പറയാനുണ്ട്. പോക്കറ്റിൽ എണ്ണിപ്പെറുക്കിയ ചില്ലറകൾ കൂട്ടിച്ചേർത്ത സൗഹൃദത്തിൻ്റെ കഥ. കാരണം സന്ധ്യാസമയത്തും അല്ലാത്ത സമയത്തുമൊക്കെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് അവർ ചായ കുടിച്ച് സുഹൃത്തുക്കളുമായിട്ട് സൗഹൃദം പങ്കിടുന്നു എന്നതിൻ്റെ അർത്ഥമാക്കുന്ന വാചകമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതാണ് കൊക്കോട്ടുചിറ കുളം. ഇതിൻ്റെ വശങ്ങളിലെല്ലാം നടന്നു പോകാനുള്ള നടപ്പാതകൾ മനോഹരമായിട്ടുള്ള ഇൻ്റർലോക്ക് ഇട്ട് വളരെ വൃത്തിയോടുകൂടി ഇന്നും കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറയുന്നതിൽ നമുക്ക് സംശയമില്ല. ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയ തൃക്കടിത്താനം ഗ്രാമപഞ്ചായത്തിന് അഭിനന്ദനങ്ങൾ. കാരണം ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ജനതയാണ്. ഈ ആരോഗ്യമുള്ള ജനതയ്ക്ക് വേണ്ടി അവരെ ആരോഗ്യം നിലനിർത്തുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ വ്യായാമങ്ങൾ ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് ഓപ്പൺ ജിമ്മ്. ഇവിടെ ധാരാളം ആൾക്കാരാണ് ഇവിടെ എക്സസൈസ് ചെയ്യാനായിട്ട് രാവിലെ വരുന്നത്. ഇത് 10 മണിക്ക് ശേഷമുള്ള സമയമായതുകൊണ്ടാണ് ഈ പാർക്കിൽ കുറച്ച് പേരെ ഈ പാർക്കിൽ ഉള്ളൂ. എല്ലാവരും രാവിലെ വെളുപ്പിനെ 5:30 തൊട്ട് ഇവിടെ എക്സസൈസ് ചെയ്യാനായിട്ട് വരുന്നു. ഇതാണ് വനിതകളുടെ ഫിറ്റ്നസ് സെൻറ്റർ. വനിതകളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ള ആശയത്തോടുകൂടി തുടങ്ങിയതാണ്. ഇത് ഇൻഡോർ സ്റ്റേഡിയമാണ്. ഇതെല്ലാം അതുപോലെ തന്നെ ഇവിടെ ഹോമിയോ കോളേജുണ്ട്, ആയുർവേദ കോളേജുണ്ട്, കൃഷി വകുപ്പിൻ്റെ ഓഫീസ് ഇതിൻ്റെ ഒരു വശം, പോലീസ് സ്റ്റേഷൻ ഇതിൻ്റെ തൊട്ടടുത്താണ്. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന രീതിയിൽ തുടങ്ങിയിരിക്കുന്ന ഈ സംരംഭം അഭിനന്ദനാർഹമാണ്. നോക്കൂ, നമുക്ക് ഒരു ജനതയ്ക്ക് വേണ്ടിയ അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരു ജനതയ്ക്ക് വേണ്ടിയ വ്യായാമം ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ നടന്നു പോകാനായിട്ട് നടവഴികളെല്ലാം വളരെ മനോഹരമായിട്ട് വൃത്തിയായി. ഇതാണ് കൊക്കോട്ടുചിറ കുളം. ഇതിൻ്റെ സൈഡിൽ കൂടി ഒക്കെ നമുക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കും, നടന്നു പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വിശ്രമ കേന്ദ്രങ്ങൾ നമ്മൾ ഇതിൻ്റെ 2 സൈഡിലായിട്ട് വിശ്രമ കേന്ദ്രങ്ങളും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികളെ ഇതുപോലെ ഈ പാർക്കിൽ കളിക്കാൻ വിടുമ്പോൾ അവരെ രക്ഷകർത്താക്കൾക്ക് ഇരിക്കാനായിട്ടുള്ള വിശ്രമ കേന്ദ്രങ്ങളും ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ സേഫാണ്. കുളത്തിലൊന്നും ഒരു കാരണവശാലും കുട്ടികൾ ഇറങ്ങിപ്പോകാൻ സാധിക്കത്തില്ല. എല്ലാം ഇതുപോലെ ഫെൻസിങ് നടത്തി വളരെ മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് കാണിക്കുന്ന ബോർഡാണ് ഞാൻ മുമ്പ് നിങ്ങളെ കാണിച്ചത്. ആ കാണുന്നതാണ് പോലീസ് സ്റ്റേഷൻ.
അതുപോലെ അതിൻ്റെ അടുത്ത് തന്നെ കൃഷി ഓഫീസുണ്ട്. അപ്പം എല്ലാം ഒത്തിണങ്ങിയ ഒരു പാർക്കാണിത്. നോക്കൂ, കൊച്ചു കുട്ടികൾക്ക്, അതായത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 12 വയസ്സിന് താഴെ വരെയുള്ള കുട്ടികൾക്കാണ് ഇവിടെ ഉള്ള ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. മുതിർന്നവർക്കുള്ള പാർക്കല്ല. പുൽത്തകിടികളൊക്കെ നല്ല മനോഹരമായിട്ട് വെട്ടി നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുന്നു. ഇന്നും ഈ 2025 ആയിട്ട് പോലും ഇത് വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് തൃക്കടിത്താനം ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിവുകൊണ്ട് മാത്രമാണ്. ഇങ്ങനെ ഓരോ ഗ്രാമപഞ്ചായത്തുകളും അവർക്ക് ലഭിക്കുന്ന ഫണ്ട് അനുസരിച്ച് അതാത് സ്ഥലങ്ങളിൽ ഇതുപോലുള്ള പാർക്കുകളും ചില ഏരിയയൊക്കെ കാട് പിടിച്ച് കിടക്കുന്ന പല ഏരിയകളുണ്ട്. അതുപോലെ തന്നെ ചില കുളങ്ങൾ വൃത്തിഹീനമായിട്ട് കിടക്കുന്നുണ്ട്. അതൊക്കെ വൃത്തിയാക്കി ഇതുപോലുള്ള സംരംഭങ്ങൾ തുടങ്ങിയാൽ തീർച്ചയായിട്ടും ആ നാടിന് പുരോഗതി ഉണ്ടാകും. ഇത് തുടങ്ങി വെച്ച, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മനോഹരമായ കുട്ടികളെ ഒരു പാർക്കും പ്രായമായവർക്ക് നടക്കാനുള്ള ജോഗിങ്ങിനുള്ള സ്ഥലവും വ്യായാമം ചെയ്യാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത തൃക്കടിത്താനം ഗ്രാമപഞ്ചായത്ത് എന്നും അഭിനന്ദനം അർഹിക്കുന്നു. ഇതാണ് ഞാൻ വഴിയോര വിശ്രമ കേന്ദ്രം. ഇത് പാർക്കിൻ്റെ അകത്ത് വിശ്രമ കേന്ദ്രമാണിത്. പാർക്കിൽ എല്ലായിടത്തും ഇതുപോലെ ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെ സന്ധ്യാ സമയങ്ങൾ ഒക്കെ ചിലവഴിക്കാനായിട്ട് വൈകുന്നേരങ്ങളിൽ ഇവിടെ കുട്ടികളുമായിട്ട് എത്തി നിങ്ങൾക്ക് ഒരു ദിവസം എൻജോയ് ചെയ്തിട്ട് പോകാനായിട്ട് സാധിക്കും. ഇത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ചങ്ങനാശ്ശേരി താലൂക്കിൽ തൃക്കടിത്താനം ഗ്രാമപഞ്ചായത്തിൽ ഉള്ള ഒരു പാർക്കാണിത്. മാടപ്പള്ളി ബ്ലോക്കിൽപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഇത് ബാക്കിയുള്ള പഞ്ചായത്തുകളും ഇതുപോലുള്ള സംരംഭങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് കുടുംബമായിട്ട് വന്നിരുന്ന് സമയം ചിലവഴിക്കാനായിട്ട് ഉള്ള ഒരു ഇടമായിട്ട് മാറിത്തീരും. അപ്പം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മഴവിൽ പാർക്കിലെ ദൃശ്യങ്ങളാണ്. കോട്ടയം ജില്ലയിലെ തൃക്കടിത്താനം ഗ്രാമപഞ്ചായത്തിലുള്ള പാർക്കാണിത്. ഇവിടെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്വയാശ്രയ കർഷക വിപണിയും ഉണ്ട്. പാർക്കിന് തൊട്ടടുത്തുള്ള ഈ കർഷക സംഘത്തിൽ നിന്നൊക്കെ നാടൻ പച്ചക്കറികളൊക്കെ വാങ്ങിക്കൊണ്ട് പോകാവുന്നതാണ്. നിങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെ നിങ്ങൾ കുട്ടികളുമായി ഫാമിലിയായിട്ടൊക്കെ എത്തി ഇവിടെ സമയം ചിലവഴിക്കാവുന്നതാണ്. ഈ പാർക്കിലുടനീളം സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ ശുദ്ധജലം കിട്ടുന്ന സ്ഥലങ്ങളും ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള നമ്മളെ തൊട്ടടുത്തുള്ള ഈ പാർക്ക് എല്ലാവരും കുടുംബസമേതം വരിക, എൻജോയ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളെ സമീപിക്കുന്നതായിരിക്കും. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.